Okay, so guys, അതായിരുന്നു നമ്മുടെ ഇന്നത്തെ PC ബിൽഡ് വീഡിയോ. സോ ടൈറ്റിലും തംബ്നെയിലും ഡിസ്ക്രിപ്ഷനും എല്ലാം നിങ്ങൾ കണ്ടു കാണും. 80,000 റുപ്പീസിൻ്റെയാണ് ഈ PC ബിൽഡ് നമ്മൾ ചെയ്തേക്കുന്നത്. ആൻഡ് മോസ്റ്റ്ലി യൂസ് ചെയ്യാൻ പോകുന്നത് ട്രേഡിംഗ് പേർപ്പസിനാണ്. ട്രേഡിംഗ് എന്ന് പറയുമ്പം ഹൈ ലെവൽ ഓഫ് ട്രേഡിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 80,000 റുപ്പീസിന് നമുക്ക് അത്യാവശ്യം ഒരു RTX 3060 വെച്ച് നല്ല ബിൽഡൊക്കെ ചെയ്യാൻ പറ്റും. സോ ഒബ്വിയസ്ലി ചെയ്യാൻ പറ്റും, ഞാൻ ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഓരോരുത്തരുടെയും ഓരോ റിക്വയർമെൻ്റ് ഉണ്ട്. 20,000 ചെയ്യാം, 30 ചെയ്യാം, 40 ചെയ്യാം. 20,000 30,000 റേഞ്ച് അങ്ങനെ ബേസിക് PCയും ഒരു 22 ഇഞ്ചിൻ്റെ നോർമൽ മോണിറ്ററും ആയിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണോ, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് ട്രേഡിങ്ങിൽ, അതിനനുസരിച്ചായിരിക്കും ബഡ്ജറ്റും നിങ്ങളുടെ റിക്വയർമെൻറ്റും മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഇവിടെ കുറച്ച് ഹൈ ലെവൽ ഓഫ് ട്രേഡിംഗ് ആണ്, കുറച്ചുകൂടി പ്രൊഫഷണൽ ടൈപ്പ് ഓഫ് ട്രേഡിംഗ് സെറ്റപ്പാണ് നോക്കുന്നത്. നോർമൽ ബേസിക് അല്ല, മൾട്ടിപ്പിൾ മോണിറ്റേഴ്സ് വേണം, നല്ല ഹൈലി പവർഫുൾ ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കണം. സോ അങ്ങനെയാണ് നമ്മൾ ഈ മദർ ബോർഡ് ആൻഡ് പ്രോസസ്സിൻ്റെ കോമ്പിനേഷൻ ഫൈനലി സെലക്ട് ചെയ്ത് ചൂസ് ചെയ്തത്. സോ ഇതിൽ നമുക്ക് മെയിൻലി ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കുറേ റിക്വയർമെൻറ്റ്സും കുറേ പ്രീ റിക്വസിറ്റ്സ് ഉണ്ടായിരുന്നു. സോ ഇവിടെ ഏറ്റവും ഫസ്റ്റ് ട്രേഡിംഗ് ആയിരുന്നു മെയിൻ ഇമ്പോർട്ടൻറ്റ് പർപ്പസ്. ആൻഡ് മേ ബി ഫ്യൂച്ചറിൽ ലൈറ്റ് ഗെയിമിംഗ് വരാം, അതിനും ചാൻസസ് ഉണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്. ഇനീഷ്യലി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഒരു 12700F ബേസ്ഡ് PCയും ക്വാഡ്രോ ഗ്രാഫിക്സ് കാർഡും വെക്കാനായിരുന്നു. ബിക്കോസ് ട്രേഡിംഗ് പർപ്പസിന് നല്ലത് ക്വാഡ്രോ ഗ്രാഫിക്സ് കാർഡാണ്. കാരണം 3D റിലേറ്റഡ് കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്വാഡ്രോ ഗ്രാഫിക്സ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ലോങ് ലൈഫ് ആണ് ആൻഡ് ഓൾസോ അഫോർഡബിൾ ആണ്. ആൻഡ് മൾട്ടിപ്പിൾ ഡിസ്പ്ലേസ് നമുക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റും, ആ ഓപ്ഷനും ഉണ്ട്. സോ അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് 12th വേണ്ട, ഏറ്റവും ലേറ്റസ്റ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് വന്നപ്പോഴാണ് പിന്നെ 13th ജെനിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ആയത്. 13th ജെൻ 13600K ആണ് നമ്മൾ പ്രോസസ്സർ യൂസ് ചെയ്തത്. ആൻഡ് ബൈ ഫാർ ഇപ്പോഴത്തെ ഇൻറ്റലിലുള്ളതിൽ 13600K ദി ബെസ്റ്റ് പ്രോസസ്സറാണ്. സിംഗിൾ കോ പെർഫോമൻസിൽ ഈസിലി 12900K പ്രോസസ്സറെ വരെ ബീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണിത്. സോ അതാണ് നമ്മൾ 13600K തന്നെ ലാസ്റ്റിൽ ഫിക്സ് ആയത്. സോ 13600K റാപ്റ്റർ ലേക്കിൻ്റെ ലേറ്റസ്റ്റ് ജനറേഷൻ പ്രോസസ്സേഴ്സ് ആണ്. 14 കോഴ്സ് ആണ് ഇതിൽ വരുന്നത്. 6 പീക്കോസും 8 ഈക്കോസും 20 ത്രെഡ്സ് ആണുള്ളത്. അതൊരു മാസീവ് ജമ്പ് തന്നെയാണ് കമ്പയർ ടു പ്രീവിയസ് ജനറേഷൻ. മാക്സിമം ടർബോ നമുക്ക് 5.1 GHz കിട്ടുന്നുണ്ട്. 20 MB L2 ക്യാഷ് ഉണ്ട്. 125 to 181 വാട്ട്സിൻ്റെയാണ് TDP മാക്സിമം TDP പറയുന്നത്. പിന്നെ അത് മാത്രമല്ല DDR4ഉം DDR5 രണ്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ്. സോ കമ്പയർ ടു AMD നമുക്ക് ബിൽഡ് കോസ്റ്റ് ഒന്ന് കുറയ്ക്കാൻ പറ്റും. സോ ഫസ്റ്റ് മേജർ റിക്വയർമെൻറ്റ് അതായിരുന്നു, ഏറ്റവും ലേറ്റസ്റ്റ് തന്നെ പ്രോസസ്സർ ആയിക്കോട്ടെ. കാരണം ഒരു 4 to 5 years ഡൗൺ ദ ലൈൻ വലിയ അപ്ഗ്രേഡ്സ് ഒന്നും വരുന്നില്ല. ഫ്യൂച്ചർ ഗ്രാഫിക്സ് കാർഡ് ആഡ് ആകുമായിരിക്കും, പക്ഷേ അതല്ലാതെ വലിയ അപ്ഗ്രേഡ്സ് ഒന്നും വരുന്നില്ല. ആൻഡ് ഈ പ്രോസസ്സറിൻ്റെ ഇൻബിൽറ്റ് ഗ്രാഫിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മിനിമം ഒരു 3 to 4 മൾട്ടിപ്പിൾ മോണിറ്റേഴ്സ് സപ്പോർട്ട് ചെയ്യണം. സോ അത് നെക്സ്റ്റ് റിക്വയർമെൻ്റ് ആയിരുന്നു. ഒബ്വിയസ്ലി 3 അല്ലെങ്കിൽ 4 ഡിസ്പ്ലേസ് എന്ന് പറയുമ്പം മദർ ബോർഡിൽ അത്രയും ഡിസ്പ്ലേ ഔട്ട് ഉണ്ടാകണം. സോ അങ്ങനെയാണ് മദർ ബോർഡ് നമ്മൾ ഇത് സെലക്ട് ചെയ്തത്. MSIയുടെ പ്രോ സീരീസിൽ വരുന്ന B660MA വൈഫൈ മോഡൽ. സോ ഇത് ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു സ്ട്രോങ് മദർ ബോർഡാണ്. VRM സെക്ഷൻസ് നോക്കുവാണെങ്കിലും രണ്ട് സൈഡും ടോപ്പിലും ലെഫ്റ്റ് സൈഡിലും ഫുള്ളി കവേർഡ് ഹീറ്റ് സിങ്സ് ആണ് വരുന്നത്. VRMൽ അറൌണ്ട് അപ്രോക്സിമേറ്റ്ലി 14,000 റേഞ്ചിൽ വരുന്ന ഒരു മദർ ബോർഡാണ്. വൈഫൈ സപ്പോർട്ട് ഉണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി 4 ഡിസ്പ്ലേ ഔട്ട്സ് വരുന്ന ഒരു മദർ ബോർഡാണ്. സോ 2 HDMI കിട്ടുന്നുണ്ട്, 2 ഫുൾ സൈസ് ഡിസ്പ്ലേ പോർട്ട്സും കിട്ടുന്നുണ്ട്, 4 മോണിറ്റേഴ്സ് കണക്ട് ചെയ്യാം. ആൻഡ് 13600K പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ 4 4K മോണിറ്റേഴ്സ് വരെ ഈസിലി കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. 128GB മാക്സിമം മെമ്മറി സപ്പോർട്ട് ചെയ്യും. 4 SATA പോർട്ട്സ്, 2 M.2 Gen 4 സ്ലോട്ട്സ് ഉണ്ട് മദർ ബോർഡിൽ. ഒരു CPU ഫാൻ ഹെഡർ, 2 സിസ്റ്റം ഫാൻ ഹെഡറും ഒരു പമ്പ് ഹെഡറും വരുന്നുണ്ട്. 3 3-pin ARGB ഹെഡർ ഉണ്ട്, ഒരു 4-pin RGB ഹെഡറും കൊടുത്തിട്ടുണ്ട്. സോ ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സും നല്ല സ്ട്രോങ് VRMs ഉള്ള നല്ല അടിപൊളി ഒരു മദർ ബോർഡാണിത്. സോ ട്രേഡിംഗ് സെറ്റപ്പ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി സിംഗിൾ കോർ സ്പീഡുള്ള പ്രോസസ്സർ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇൻ കേസ് കുറേ ഗ്രാഫ്സും സ്റ്റാറ്റസ് ഒരേ സംഭവത്തിൻ്റെ പല ഇൻസ്റ്റൻസസ് ഒക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് അങ്ങനത്തെ ഒരു പാറ്റേൺ ഓഫ് വർക്ക് സ്റ്റൈലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നല്ല സിംഗിൾ കോർ സ്പീഡുള്ള നല്ല പ്രോസസ്സർ നോക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് റാം നോക്കുവാണെങ്കിൽ റാമും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം ഇൻ്റർനെറ്റ് യൂസേജ് കൂടുതലായിരിക്കും. പല ക്രോം ടാബ്സും എവറി മിനിറ്റ് എവറി സെക്കൻഡിൻ്റെ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. സോ റാം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ ഇവിടെ നമ്മൾ 16GBയുടെ 2 സ്റ്റിക്സ് ആണ്, ടോട്ടൽ 32GB ആണ് കൊടുത്തേക്കുന്നത്. ക്രൂഷ്യലിൻ്റെ ബാലിസ്റ്റിക്സിൻ്റെ മോഡലാണ് 3600 MHz. റാം എന്തായാലും ഞാൻ 16GB ആണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു ബിഗിനർ ആണെങ്കിൽ 16GB ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അത്രയും ബഡ്ജറ്റ് കുറവാണ്, ലോവസ്റ്റ് ബഡ്ജറ്റ് ഒക്കെ ആണെങ്കിൽ 8GB ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. സിമിലർലി സ്റ്റോറേജ് നമ്മൾ ബൂട്ട് ഡ്രൈവും ആപ്സിനും വേണ്ടി 500GBയുടെ Gen 4 SSD ആണ് യൂസ് ചെയ്തേക്കുന്നത്. ക്രൂഷ്യൽ P3+ മോഡൽ. ആൻഡ് ബാക്കി നോർമൽ സ്റ്റോറേജിന് 2TBയുടെ ഹാർഡ് ഡിസ്കും കൊടുത്തിട്ടുണ്ട് WDയുടെ. പവർ സപ്ലൈയും നമ്മൾ ഫ്യൂച്ചർ പ്രൂഫ് ചെയ്തുകൊണ്ടാണ് 650 വാട്ട്സിൻ്റെ കൂളർ മാസ്റ്ററിൻ്റെയാണ് പവർ സപ്ലൈ കൊടുത്തേക്കുന്നത്. MW650 മോഡൽ. യൂഷ്വലി ഒരു നോർമൽ ബേസിക് സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ 450 വാട്ട്സിൻ്റെ മതി. ഡീപ് കൂൾഡ് PF സീരീസ് ഒക്കെ നോക്കാം. ആൻഡ് Gen 4 SSD തന്നെ വേണമെന്നില്ല, നിങ്ങൾ Gen 3യുടെ തന്നെ
തന്നെ കുറച്ച് ചീപ്പായിട്ടുള്ള SSDസും യൂസ് ചെയ്യാം. ആൻഡ് പ്രോസസ്സർ കൂൾ ചെയ്യാൻ നമ്മളൊരു AO ലിക്വിഡ് കൂളറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഡീപ് കൂളിൻ്റെ പുതിയൊരു മോഡലാണ് LE500 മോഡൽ. പുതിയ L സീരീസിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മോഡലാണ് LE500. 240mm AO ലിക്വിഡ് കൂളറാണ്. അലൂമിനിയം മെറ്റലാണ് യൂസ് ചെയ്തേക്കുന്നത്. 120mm 2 PWM ഫാൻസ് വരുന്നുണ്ട് വിത്ത് ഹൈഡ്രോ ബെയറിംഗ്. 2400 ആണ് മാക്സിമം പമ്പിന്റെ RPM പറഞ്ഞേക്കുന്നത്. 36 വാട്ട്സിന്റെയാണ് പവർ കൺസംപ്ഷൻ. സോ ഡീപ് കൂളിന്റെ ലേറ്റസ്റ്റ് ആൻഡ് ഇംപ്രൂവ്ഡ് ആന്റി ലീക്ക് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് വരുന്ന സീരീസ് ഓഫ് ഓൾ ഇൻ ലിക്വിഡ് കൂളേഴ്സ് ആണ് L സീരീസിൽ വരുന്നത്. LE ഉണ്ട്, LS ഉണ്ട്, പിന്നെ ലേറ്റസ്റ്റ് ഒരു LTയും കൂടെ വരുന്നുണ്ട്. സോ 13600K പ്രോസസ്സിനെ ഈസിലി കൂൾ ചെയ്യാൻ പറ്റും. ബിക്കോസ് 13600Kയുടെ 181 വാട്ട്സ് ആണ് മാക്സിമം പറഞ്ഞേക്കുന്നത്. ഈവൻ ഇൻ കേസ് 200 വാട്ട്സ് പോവുകയാണെങ്കിൽ പോലും ഈസിലി കൂൾ ചെയ്യാൻ പറ്റും. കാരണം ഇതിന്റെ വോൾട്ടേജ് കൊടുത്തേക്കുന്നത് 220 വാട്ട്സ് വരെ കൂൾ ചെയ്യാൻ പറ്റുമെന്നാണ്. സോ നോ പ്രോബ്ലം. നമ്മുടെ ടെസ്റ്റിങ്ങിൽ എന്തായാലും 160 വാട്ട്സ് വരെ മാക്സിമം പോയിട്ടുള്ളൂ. മാക്സിമം 100% ഫുൾ ലോഡ് കൊടുത്തിട്ടും 161 വാട്ട്സ് ആണ് മാക്സിമം പോയേക്കുന്നത്. നിയർലി 5000 റേഞ്ചിൽ വരുന്ന നല്ലൊരു എൻട്രി ലെവൽ ഓൾ ഇൻ വൺ ലിക്വിഡ് കൂളർ ആണ്. ARGB അല്ല, നോർമൽ RGB ഫാൻസ് ആണ് ഇതിൽ വരുന്നത്. അത്രേ ഉള്ളൂ. ആൻഡ് ഫൈനലി കേസ് ക്യാബിനറ്റ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് സർപ്രൈസിംഗ്ലി ഈ ഒരു പ്രൈസ് റേഞ്ചിലും ആൻഡ് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള നല്ല എയർ ഫ്ലോ ഓഫർ ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് ആണ്. അതും ഫ്രം ദി ബ്രാൻഡ് അസ്യൂസിന്റെ പ്രൈം AP201 മോഡലാണ് ഈ കാണുന്ന ക്യാബിനറ്റ്. സോ ഇതും ഒരു മേജർ റിക്വയർമെന്റ് ആയിരുന്നു. ലൈക്ക് ഹെവി ആയിട്ടുള്ള ബൾക്കി വലിയ കേസിന്റെ ആവശ്യമില്ല, കുറച്ച് കോമ്പാക്ട് കേസ് വേണമെന്നുള്ളത്. ആൻഡ് കൺസ്ട്രെയിൻഡ് ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മിനി ITX, ചെറിയ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് മിനി ITXിലോട്ട് പോകേണ്ടി വരും. സോ മിനി ITXിന്റെ മദർ ബോർഡ്സിന്റെ കോസ്റ്റ് കൂടുതലാണ്. മിനി ITX ആകുമ്പോൾ SFX പവർ സപ്ലൈ യൂസ് ചെയ്യേണ്ടി വരും. അതിന്റെയും കോസ്റ്റ് കൂടുതലാണ്. മിനിമം 10,000 റേഞ്ച് ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത് ഇന്ത്യൻ പ്രൈസസ്. ആൻഡ് ഓൾസോ ഇന്ത്യയിൽ അത്രയ്ക്ക് പോപ്പുലറും അല്ല, അവൈലബിളും അല്ല. സോ അങ്ങനെ നോക്കിയപ്പം 1-2 ഓപ്ഷൻസ് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു ഓപ്ഷനാണ് ഇത്, അസ്യൂസിന്റെ AP201 മോഡൽ. സോ ഇവൻ ദോ ഇത് കോമ്പാക്ട് ആണെങ്കിലും നമുക്ക് മൈക്രോ ATX മദർ ബോർഡ് യൂസ് ചെയ്യാം. ഓൾസോ SFX പവർ സപ്ലൈ തന്നെ വേണമെന്നില്ല, നോർമൽ ATX ഫുൾ സൈസ് പവർ സപ്ലൈ യൂസ് ചെയ്യാം. ഈവൻ വലിയ 180mm വരെ ലെങ്ത് ഉള്ള പവർ സപ്ലൈസും യൂസ് ചെയ്യാം. സോ കോമ്പാക്ട് ഡിസൈൻ ആണ്, സ്മോൾ ആൻഡ് ക്യൂട്ട് ലുക്കിംഗ് കേസ് ആണ്, നല്ല എയർ ഫ്ലോ ഓഫർ ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് ആണിത്. കംപ്ലീറ്റ്ലി ടൂൾലെസ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. എല്ലാ സൈഡ്സും നമുക്ക് ഈസിലി ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് പുൾ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന മെഷ് ടൈപ്പ് ഡിസൈൻ ആണ്. ഇവൻ ദോ ഇത്രയും മെഷ് ടൈപ്പ് പാനൽസ് ആണെങ്കിൽ പോലും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റലിന്റെ ക്വാളിറ്റി നല്ലതാണ്. അത്രയും സ്ട്രോങ് ആൻഡ് റിജിഡ് കൺസ്ട്രക്ഷൻ ആണ്. സോ ഓൾദോ കാണുമ്പോൾ മെഷ് ആണ്, മേ ബി തിൻ ആയിട്ട് തോന്നും, ബട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. ഡ്യൂറബിൾ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതുപോലത്തെ സെയിം നമ്മൾ കണ്ടായിരുന്നു സെബ്രോണിക്സിന്റെ ആയിരുന്നു. അത് സെബ്രോണിക്സിന്റെ വൂഡാൻ മോഡൽ. പക്ഷേ അതിൽ പല ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അത് ഈവൻ വെബ്സൈറ്റിൽ പോലും ക്ലിയർ അല്ലായിരുന്നു. ഇതിൽ നമുക്ക് എത്രത്തോളം കമ്പാറ്റബിലിറ്റി ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ കുറച്ച് ക്ലിയർ അല്ലായിരുന്നു. സോ അതുകൊണ്ട് അത് ചൂസ് ചെയ്തില്ല. ആൻഡ് അതിലും ഇതിലും വലിയ വ്യത്യാസമില്ല, അറൗണ്ട് 1000 പ്രൈസ് റേഞ്ച് ഡിഫറൻസേ ഉള്ളൂ. ആൻഡ് ഇത് അസ്യൂസ് ആണ് ബ്രാൻഡ്, മറ്റേത് സെബ്രോണിക്സ് ആണ്. സോ ആ ഒരു സംഭവം, ആ ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അസ്യൂസ് ആണ് ചൂസ് ചെയ്തത്. ഇതിൽ ടോപ്പിൽ നമുക്ക് വേണമെങ്കിൽ 360mm റേഡിയേറ്റർ വരെ ഫിറ്റ് ചെയ്യാം. ഗ്രാഫിക്സ് കാർഡിൻ്റെയും നമുക്ക് ഒരു ഫുൾ സൈസ് 3 സ്ലോട്ട് ബൾക്കി ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ്സും യൂസ് ചെയ്യാം. ഇതിൻ്റെ എന്തായാലും ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ എന്തായാലും ടൈമില്ല. സോ ഹോപ്പ്ഫുള്ളി നമ്മളൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ എനിക്ക് ആക്ച്വലി ഒരു വൈറ്റ് എടുക്കണമെന്നുണ്ട്. മേ ബി ഞാൻ ഒരു വൈറ്റ് എടുക്കുമായിരിക്കും ഇൻ കേസ് അവൈലബിൾ ആണെങ്കിൽ. ആൻഡ് ഓൾസോ ക്യാബിനറ്റ്സിൻ്റെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ട 1-2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ക്യാബിനറ്റ്സും മറ്റ് പാർട്സിൻ്റെ റിവ്യൂസ് സ്ലോലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ എനിവേസ് ഓവറോൾ ഇതാണ് ഈ PCയിൽ യൂസ് ചെയ്ത കോമ്പണൻസിൻ്റെ ലിസ്റ്റും അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസും എല്ലാം. സോ എന്തുകൊണ്ട് നമ്മൾ ഈ പാർട്സ് എല്ലാം ചൂസ് ചെയ്തു എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഞാൻ വീണ്ടും പറയാമെന്ന്, ട്രേഡിങ്ങിന് ഇത്രയും ഹൈ സെറ്റപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്താണോ എക്സാക്ട്ലി വേണ്ടത്, നിങ്ങളുടെ മൈൻഡിൽ എന്താണ്, നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണ്, അത് നമ്മൾ പ്രോപ്പർലി മനസ്സിലാക്കി അതുമായിട്ട് വർക്ക് അറൗണ്ട് ചെയ്ത് നല്ലൊരു സ്പെക്ക് ഡിസൈൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെറുതെ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഹൈ ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളും കിട്ടുമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്കത് യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ എടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് മെയിൻലി പ്രോസസ്സറിൽ നിന്നാണ് പവർ, അല്ലെങ്കിൽ പ്രോസസ്സറിൻ്റെ ആണ് പവർ വേണ്ടതെങ്കിൽ ഒബ്വിയസ്ലി ഗ്രാഫിക്സ് കാർഡിൻ്റെ വലിയ റോൾ വരുന്നില്ല. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് ഫ്യൂച്ചർ അപ്ഗ്രേഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ നല്ലൊരു പ്രോസസ്സർ ചൂസ് ചെയ്തത്. നല്ല സിംഗിൾ കോർ സ്പീഡുള്ള പ്രോസസ്സറും ഹൈ കോർ കൗണ്ട് ഉള്ളൊരു പ്രോസസ്സറാണ് ചൂസ് ചെയ്തത്. ആൻഡ് ഓൾസോ 4 ഡിസ്പ്ലേസ് ഈസിലി, 4 4K ഡിസ്പ്ലേസ് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റിയ, യൂസ് ചെയ്യാൻ പറ്റിയ ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരുന്ന ഒരു പ്രോസസ്സറാണ്. സോ എനിവേസ് ഗൈസ്, അതായിരുന്നു നമ്മുടെ ഇന്നത്തെ PC ബിൽഡ് വീഡിയോ. ആക്ച്വലി ഇത് നാട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ TKF എന്ന സംഭവം തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ബിൽഡാണ്. നമ്മുടെ ഫസ്റ്റ് ബിൽഡിൻ്റെ ആക്ച്വലി വീഡിയോ വന്നിട്ടില്ല മീൻസ് ഷൂട്ട് ചെയ്തായിരുന്നു, ബട്ട് ഇടയ്ക്ക് വെച്ച് ഞാൻ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ മേജർ പോർഷൻ അതിൽ മിസ്സായിട്ടുണ്ട്. സോ ഇത് നമ്മുടെ സെക്കൻഡ് ബിൽഡാണ്. ഫസ്റ്റ് വൺ അൺഫോർച്ചുനേറ്റ്ലി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പ്രോപ്പർലി. ഇപ്പോൾ മാത്രമല്ല, പലപ്പോഴും
പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ബിൽഡ് വീഡിയോ ആയതുകൊണ്ടാണ് നമുക്ക് വീണ്ടും റീഷൂട്ടും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി ബിൽഡ് എല്ലാം ചെയ്ത് കഴിഞ്ഞു പോയായിരുന്നു. ഇൻ കേസ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എൻ്റെ പോസ്റ്റും ഫോട്ടോസും കണ്ടിട്ടുണ്ടാവും. എനിവേസ് ആ ബിൽഡിൻ്റെ സ്പെക്സും ഡീറ്റെയിൽസും എന്തായാലും സ്ക്രീനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കാം. എനിവേസ് ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. PC ബിൽഡ്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി റിക്വസ്റ്റ് ചെയ്യാം, എൻക്വയറി അയക്കാം, അല്ലെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം, എങ്ങനെയും കോൺടാക്ട് ചെയ്യാം, നോ ഇഷ്യൂസ്. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.